മാർക്ക് കണ്ടിട്ടില്ലേ, സീറ്റൊന്നും കിട്ടില്ല. എവിടെയും പോയിട്ട് ഗവൺമെന്റ് സീറ്റൊന്നും എന്തായാലും കിട്ടൂല. ഹായ് മക്കളെ, +1 കഴിഞ്ഞു, +2ലേക്ക് എത്തിയില്ലേ, ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ തന്നെ നിങ്ങളുടെ ടീച്ചേഴ്സും അതുപോലെ തന്നെ പാരന്റ്സ് ഒക്കെ ഭയങ്കര പ്രഷർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഒരിക്കലും അവരോട് ദേഷ്യം തോന്നരുത്. അതിനുള്ള വ്യക്തമായിട്ടുള്ള ഒരു കാര്യം പറയുക. അതായത് എൻ്റെ ഒരു കസിന് എനിക്കിങ്ങനെ ഒരു മെസ്സേജ് അയച്ചു, അതായത് ഒരു വോയിസ് മെസ്സേജ്. ആ മെസ്സേജിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇതിവൃത്തം ഇങ്ങനെയാണ്. ഞാൻ വോയിസ് കുറച്ച് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ അവരുടെ മകനുമായിട്ട് അവർ സീറ്റ്, അതായത് +2 കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോളേജിൽ അഡ്മിഷൻ വേണമല്ലോ. അപ്പോൾ ഓൾറെഡി മാർക്ക് വളരെ കുറവാണ്. എന്തായാലും ഗവൺമെന്റിലും എയ്ഡഡ് കോളേജിലും സീറ്റ് കിട്ടില്ല എന്ന് ഉറപ്പിച്ചു. അത് ഞാനും ഉറപ്പിച്ചു, അവരും ഉറപ്പിച്ചു. എന്നാൽ സെൽഫ് ഫിനാൻസ് കോളേജിൽ സീറ്റ് കിട്ടുന്നുള്ള രീതിയിലാണ് അവർ നോക്കിയത്. പക്ഷെ അതിലും സീറ്റ് കിട്ടില്ല. പൊതുവെ മാർക്ക് കുറവാണ്. പക്ഷെ നമ്മൾ മാനേജ്മെന്റ് സീറ്റിന് പോയി കഴിഞ്ഞപ്പോൾ ആ അമ്മനോട് പറയുന്ന ഓരോ കാര്യങ്ങളുണ്ട്. അതായത് തലകുനിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരാം. അപ്പൊ അമ്മ എനിക്കൊരു മെസ്സേജ് അയക്കണം, വോയിസ് മെസ്സേജ് അയക്കണം. അത് ഇപ്രകാരമാണ്. ആ മെസ്സേജ് ഒന്ന് ഞാൻ കേൾപ്പിച്ചത്. അതായത് നിങ്ങൾക്കൊന്ന് കേൾക്കണമല്ലോ, നിങ്ങളുടെ പാരന്റ്സിന്റെ ഒരു വോയിസ് ആയിട്ടാണ് ഇത് കേൾക്കാം. അതായത് ഒന്ന് കേട്ടോ കേട്ടോ നിങ്ങൾ. പിന്നെ നമ്മളെ മോന്റെ കാര്യത്തിൽ എന്താ ഇപ്പൊ ചെയ്യണ്ടേ? മാർക്ക് കണ്ടിട്ടില്ലേ, സീറ്റൊന്നും കിട്ടില്ല. എവിടെയും പോയിട്ട് ഗവൺമെന്റ് സീറ്റൊന്നും എന്തായാലും കിട്ടൂല. പിന്നെ മാനേജ്മെന്റ് സീറ്റ് നോക്കുമ്പോ തന്നെ ഞാൻ 2 കോളേജിൽ പോയി നോക്കിയിട്ടും നമുക്ക് തന്നെ ഓഫീസിന്റെ ഉള്ളിലേക്ക് കയറുമ്പോ ഒരു മടി. അതായത് ഒന്ന് കേറിയപ്പോ തന്നെ അവര് മാർക്ക് അതുള്ളൂ എന്നൊക്കെ ചോദിക്കണം. എല്ലാവർക്കും പൈസന്റെ ഓരോ സംഭവങ്ങളാണ്. നമുക്ക് പൈസ കൊടുക്കാൻ റെഡിയാണ്. എന്നാലും ഓക്കെ, അവിടെ നിങ്ങൾ നോക്കണം. അമ്മ പറയുന്നുണ്ട് പൈസ കൊടുക്കാൻ ഞങ്ങൾ റെഡിയാണ്, പക്ഷെ സീറ്റ് എങ്ങനെ കിട്ടാൻ പറ്റും? കാരണം നമ്മൾക്കൊക്കെ ഒരു തോന്നലുണ്ടാവും പൈസ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നുള്ളത് സീറ്റ്. പക്ഷെ അതിലേറെ കോമ്പറ്റീഷൻ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അത് അമ്മക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം റിസൾട്ട് വന്നു കഴിഞ്ഞുടനെ പറഞ്ഞത് പാസ്സായി, എന്തായാലും അടിപൊളിയാവുന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ പാസ്സായതുകൊണ്ട് മാത്രം കാര്യമില്ല. നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഏറ്റവും നല്ല കോളേജ്, പോട്ടെ ഇത് ഏറ്റവും നല്ല കോളേജിൽ ഏതെങ്കിലും കോളേജിൽ സീറ്റ് കിട്ടിയാൽ മതി എന്നാണ് പറയുന്നത്. ഏതെങ്കിലും പൈസ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഏതെങ്കിലും കോളേജിൽ ഒരു സീറ്റ് കിട്ടിയാൽ മതി. മാത്രമല്ല ഇത്ര കാലം, അതായത് LKG UKG കൂടാതെ 12 കൊല്ലം നമ്മളെ പഠിപ്പിക്കണം. അവർ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് വേണ്ടിയിട്ട്, അതായത് അവർക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, അവർക്ക് നിങ്ങളുടെ ശമ്പളം കിട്ടിയിട്ട് അടിപൊളി ചുരിദാർ ഇടാനോ അല്ലെങ്കിൽ അടിപൊളി വാഹനത്തിൽ പോകാനോ അതിനൊന്നുമല്ല. വീണ്ടും നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അവർ വരാന്തകൾ കയറി ഇറങ്ങുന്നത്. ഇതിൽ പറയുന്നത് കേട്ടോ, 2 കോളേജിൽ പോയി നോക്കി, അവിടുന്ന് ഓഫീസിൽ കയറാൻ തന്നെ എന്തോ ഒരു മടിയും. എനിക്കറിയാം എന്താണ് അവിടെ സംഭവിക്കുക എന്നുള്ളത്. നമ്മൾ പല തവണകളായിട്ട് കണ്ടിട്ടുള്ളതാണ്, അതിൽ സാക്ഷ്യം വഹിച്ചിട്ടുള്ള ആളുകളാണ്. അതായത് ഇത്ര മാർക്കുള്ളൂ, ഇത്രയും പാരന്റ്സിന്റെ ഇടയിലൊക്കെ അവരിങ്ങനെ പുച്ഛിച്ച് തള്ളണ പോലെ. അതായത് ആ മകൻ അവിടെ ഉണ്ടാവും, ആ മകന്റെ മുന്നിൽ വെച്ചിട്ട് ഉമ്മയെയും ഉമ്മന്റെ മുന്നിൽ വെച്ചിട്ട് മകനെയും അവരിങ്ങനെ എന്തൊക്കെയോ പറയും. അങ്ങട്ടാക്കി ഇങ്ങട്ടാ ഈ ഒരു മാർക്ക് കൊണ്ട് ഞങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ കോളേജിന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ഒരു സക്സസ് ലിസ്റ്റിൽ പോകുന്ന ഒരു കോളേജാണ്, അതിനെ ബാധിക്കും. ഇവൻ ഞങ്ങൾ അഡ്മിഷൻ എടുത്താൽ ഇവൻ എന്തോ പാഴ് വസ്തുവായിട്ട് കാണും. ഇതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ പാരന്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ കോളേജിൽ മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിക്കുക ആൾക്ക് അമ്മക്ക് വേണ്ടിയിട്ടാണോ, അച്ഛന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ വേറെ ആർക്കും വേണ്ടിയിട്ടാണോ? അല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ വീണ്ടും തലകുനിക്കണം. ഒന്ന് ആലോചിച്ചോട്ടെ. ആ ഒരു സന്ദർഭം നിങ്ങൾ നോക്കുക, ആ ഒരു സാഹചര്യം നിങ്ങൾ നോക്ക്. നിങ്ങൾ തൊട്ടടുത്തിരിക്കുന്നുണ്ട്, അപ്പുറത്ത് മാനേജ്മെന്റിൽ ഇരിക്കുന്ന കുറച്ച് അധികാരികൾ ഇരിക്കുന്നുണ്ട്, കുറച്ച് പാരന്റ്സ് ബാക്കിൽ ഇരിക്കുന്നുണ്ട്. അതിനിടെ 2 ചെയറിൽ നമ്മളായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ ആ അമ്മ ഇങ്ങനെ ഒന്ന് ആദ്യമൊക്കെ ഇങ്ങനെ അവരുടെ മുഖത്തേക്ക് നോക്കി സംസാരിച്ച അമ്മ അങ്ങനെ പിന്നെ തല ഇങ്ങനെ മെല്ലെ കുനിച്ചുകൊണ്ട് നമ്മളെ മുഖത്തേക്ക് ഒരു നോട്ടമുണ്ട്, സഹതാപത്തിന്റെ നോട്ടം. എന്തെങ്കിലും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവിടെ നിന്നിട്ട് ഇറങ്ങിപ്പോകാൻ പറ്റും, എന്താണെന്ന് അറിയില്ല. ആരെ കാല് പിടിച്ചിട്ടും വേണ്ടില്ല, ഒരു സീറ്റ് ഞങ്ങൾക്ക് തന്നാൽ മതി എന്നുള്ള രൂപത്തിലിരിക്കും. ഇതാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? നമുക്ക് വേണ്ടി തലകുനിക്കുന്ന പാരന്റ്സിനെയാണോ നമ്മൾ? അതിനു വേണ്ടിയിട്ടാണ് അവർ നമ്മളെ പഠിപ്പിച്ചത്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് അടിപൊളിയാക്കണം. ഈ വർഷം നമുക്ക് അടിപൊളിയാക്കണം. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും കുറഞ്ഞ ഫീല് നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത്. കാരണം അവിടെയും വലിയ ഫീ വാങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ ഫീലാണ് നമ്മളെ സൂപ്പർ ബാച്ച് പോയിട്ടുള്ളത്. ഈ സൂപ്പർ ബാച്ചിൽ പഠിച്ചവരൊക്കെ നിങ്ങൾ വെറുതെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. കേരളത്തിൽ 41 ഫുൾ മാർക്കുള്ളൂ. ആകെ 41 പേർക്ക് മാത്രമേ ഫുൾ മാർക്കുള്ളൂ. അതിൽ 5 പേര് നമ്മുടെ സൂപ്പർ ബാച്ചിലുണ്ടായ സ്റ്റുഡൻസ് ആണ്. ഇത് വെറുതെ നമ്മൾ പറയുന്നതല്ല, നിങ്ങൾ അന്വേഷിച്ചാൽ മതി. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏറ്റവും നല്ല കോളേജിൽ അഡ്മിഷൻ വേണം, ഞങ്ങൾക്ക് അടിപൊളി മാർക്ക് വാങ്ങിയിട്ട് ഞങ്ങൾക്ക് +2 പാസ്സാവണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ കൂടെ സൂപ്പർ ബാച്ചിൽ സൂപ്പറായിട്ട് തന്നെ പഠിക്കാം. നിങ്ങളുടെ കൂടെ നമ്മളൊക്കെ ഉണ്ട്, ചേർത്ത് പിടിക്കാനൊക്കെ നമ്മളൊക്കെ ഉണ്ട്. നിങ്ങൾ അതിനെ പറ്റി യാതൊരു ഇത് വേണം. നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടി. ഈ വാക്ക് നിങ്ങൾ വെറുതെ ഒന്ന് ഇത് മാത്രം ഒന്ന് കട്ട് ചെയ്ത് വെച്ചോ. കട്ട് ചെയ്യാൻ അറിയാത്തതൊന്നല്ലല്ലോ, ആ വീഡിയോ മാത്രം ഒന്ന് കട്ട് ചെയ്ത് വെച്ചോ. ഞാൻ പറയുന്നുണ്ട്, അടുത്ത മെയ് മാസം റിസൾട്ട് വരുമ്പോൾ ഏറ്റവും നല്ല റിസൾട്ട് ആയിരിക്കും. അടുത്ത ജൂൺ മാസത്തിൽ നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ കിട്ടുമ്പോൾ ഏറ്റവും നല്ല കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ഉണ്ടായിരിക്കും. അഡ്മിഷൻ കിട്ടട്ടെ. താങ്ക് യു.